കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ, പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിക്ക് ശേഷം, കേരളത്തിൽ മത്സ്യകൃഷി കൂടുതൽ പ്രചാരം നേടിയിട്ടുണ്ട്. തുടക്കകാലത്ത് മത്സ്യങ്ങളെ വളർത്തി ലാഭം കൊയ്യുന്നത് പ്രകൃതിദത്ത കുളങ്ങളിലായിരുന്നുവെങ്കിൽ ഇന്ന് അവയെ കൃത്രിമ ജലാശയങ്ങളിൽ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുടെ സഹായത്തോടെ വളർത്തി വരികയാണ്. യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ പ്രകൃതിദത്ത ജലാശയങ്ങളിൽ മത്സ്യകൃഷി നടത്തുന്നവരും കുറവല്ല. രണ്ട് കൃഷിരീതികളിലും യന്ത്രങ്ങൾ കൃഷിക്കാർ തന്നെ നിയന്ത്രിക്കേണ്ടതായി വരും. എന്നാൽ മുഴുവൻ യന്ത്രനിയന്ത്രണത്തിലുള്ള ഒരു മത്സ്യ ഫാം കായംകുളത്തിനടുത്ത് കണ്ടല്ലൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവയുടെ വളർച്ചയെയും ആരോഗ്യത്തെയും പ്രത്യേകം നിരീക്ഷിക്കുന്ന ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനം വഴി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ജലസ്രോതസ്സിൽ വരുന്ന ഗുണനിലവാരത്തിൻ്റെ മാറ്റവും വായു ക്രമീകരണം, ഉപകരണ നിരീക്ഷണ സംവിധാനങ്ങളിൽ വരുന്ന മാറ്റം എന്നിവ മത്സ്യകൃഷിയെ സാരമായി ബാധിക്കുന്നവയാണ്. ഇതിന് ഒരു അപവാദമാണ് ഇവിടുത്തെ പൂർണ്ണ രീതിയിലുള്ള യന്ത്രവൽക്കരണം. ആധുനിക സാങ്കേതിക വിദ്യകളാൽ തെളിയിക്കപ്പെട്ട വിവരാധിഷ്ഠിത കാർഷിക രീതികളാണ് ഇവിടെ പ്രാബല്യത്തിലുള്ളത്. നൂതനമായ ഇൻഹൗസ് പരിപാലനത്തിലൂടെ ഉൽപാദനക്ഷമത, കർഷകരുടെ ലാഭം, ഉപഭോക്താവിൻ്റെ ആരോഗ്യം എന്നിവ ലക്ഷ്യമാക്കി ശ്യാംലാൽ, അനിൽ, വിഷ്ണു, ഡോക്ടർ പ്രദീപ് എന്നീ പരിചയസമ്പന്നരായ 4 യുവാക്കൾ ചേർന്ന് ആരംഭിച്ചതാണ് ബെറ്റ്മോർ എന്ന സുസ്ഥിര ജലകൃഷി വ്യവസായം. ഗുണനിലവാരമുള്ള മത്സ്യം കുറഞ്ഞ ചെലവിൽ പോഷകമൂല്യം ഒട്ടും നഷ്ടപ്പെടാതെ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് തങ്ങളുടെ മുഖ്യ ലക്ഷ്യമെന്ന് മുഖ്യ സംരംഭകനായ ശ്യാംലാൽ പറയുന്നു. 4 സെന്റ് ഗ്രോയിങ് പോണ്ടും 1 സെന്റ് നഴ്സറിയുമുള്ള പോളി ഹൗസാൽ സെക്യൂർ ചെയ്യപ്പെട്ട ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് റാസ് നിർമ്മിച്ചു നൽകുവാൻ ഏകദേശം 16 ലക്ഷം രൂപ ചെലവ് വരും. ഈ ഫാമിൻ്റെ പ്രതിവർഷ ഉൽപ്പാദനം 20 തൊട്ട് 24 ടണ്ണാണ്. ഗിഫ്റ്റ് തിലാപ്പിയ കിലോയ്ക്ക് 110 രൂപ, ഒരു മത്സ്യത്തിൻ്റെ തൂക്കം 400 ഗ്രാം, പിന്നെ 20% മോർട്ടാലിറ്റി റേറ്റ് എന്ന കണക്കിൽ കൂട്ടി നോക്കിയാൽ കർഷകൻ്റെ പ്രതിവർഷ വരുമാനം 12.5 ലക്ഷം രൂപയാണ്. എന്ന് വെച്ചാൽ ഒരു കർഷകന് സ്വന്തം മുടക്ക് മുതൽ എല്ലാ ചെലവുകളും കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ തിരികെ ലഭിക്കുന്നതാണ്. ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇന്ത്യൻ അക്വാകൾച്ചർ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഉയർന്ന മോർട്ടാലിറ്റി റേറ്റ്. 100 മീൻ മുട്ടകളിൽ നിന്നും വെറും 15 25 മീൻ മാത്രമാണ് വിൽപ്പന യോഗ്യമായി മാറുന്നത്. ഷ്രിമ്പ് പോലെയുള്ള ചില ഇനങ്ങളിൽ ചില സമയത്ത് 100% മോർട്ടാലിറ്റിയും കണ്ടുവരുന്നുണ്ട്. ഉയർന്ന മരണനിരക്കിന് 3 കാരണങ്ങളാണുള്ളത്. 1, വാട്ടർ ക്വാളിറ്റി ഇഷ്യൂ. 2, ഒരു സയൻറ്റിഫിക് സ്ട്രക്ചർ ഡാറ്റ ഡ്രിവൺ ഫാമിംഗ് പ്രാക്ടീസ് ഇല്ലാത്തത്. 3, ഇൻഫെക്ഷൻ. ഈ സംരംഭം തുടങ്ങുന്നത് 2018-ലാണ്. ഇതിനായി 35 സെന്റിൽ വിവിധ ഇനം വിളകൾ കൃഷി ചെയ്യുകയും വീടിനോട് ചേർന്ന് 10 സെന്റ് വിസ്തൃതിയുള്ള പ്രകൃതിദത്ത കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയും ചെയ്തു. പിന്നീട് അക്വാപോണിക്സ് എന്ന കൃഷി രീതിയിലേക്ക് കടന്നു. മത്സ്യക്കുളത്തിലെ മീനുകളുടെ വിസർജ്യമടങ്ങിയ ജലം പച്ചക്കറി കൃഷിക്ക് വളമായി മാറുന്ന കൃഷി രീതിയാണ് അക്വാപോണിക്സ്. ഇത് വൻ ലാഭമായതോടെ
പോളി ഹൗസിൽ 1 സെന്റ് കൃത്രിമക്കുള ഒരുക്കി. ആധുനിക ശാസ്ത്രത്തിന്റെ സഹായത്തോടെ സ്ഥിരമായ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ ഈ മത്സ്യകൃഷി വികസിച്ചു. ഒരേ തരത്തിലും പ്രായത്തിലുമുള്ള മീൻ കുഞ്ഞുങ്ങൾക്ക് വളരുവാൻ പാകത്തിന് ജലാശയത്തെ ഒരുക്കുകയാണ് ആദ്യം ചെയ്തത്. 1 സെന്റ് കുളത്തിൽ 5000-ൽ പരം മീൻ കുഞ്ഞുങ്ങളെയാണ് ഒരേ സമയം നിക്ഷേപിക്കുക. ഇത്ര ചെറിയ കുളത്തിൽ ഇത്രയധികം മത്സ്യക്കുഞ്ഞുങ്ങളെ ഇടുമ്പോൾ വെള്ളം ഇവയുടെ വിസർജ്യം കൊണ്ട് മലിനമാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, അവയ്ക്ക് ആവശ്യമായ ഓക്സിജന്റെ അളവും ക്രമാതീതമായി കുറയുകയും ചെയ്യും. അത് സ്വാഭാവികമായും മീനുകളെ സാരമായി ബാധിക്കുന്നു. കുറെ ചത്തുപോകാനും വളർച്ചയും ഉൽപാദനക്ഷമതയും കുറയുവാനും ഇത് കാരണമാകുന്നു. ഇത്തരം പ്രശ്നങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള സ്വയം നിയന്ത്രിത യന്ത്ര സംവിധാനത്തിന് കഴിയും. ഇതൊരു കൃത്രിമ ബുദ്ധിയാൽ പ്രവർത്തിക്കുന്ന സ്വയം നിയന്ത്രിത സംവിധാനമാണ്. ഈ സ്മാർട്ട് ഫാമിംഗ് സൊല്യൂഷൻ കൊണ്ട് ഒരു ഫാമിൻ്റെ എൻഡ് ടു എൻഡ് പ്രോസസ്സ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സ്മാർട്ട് ഫാമിംഗ് സൊല്യൂഷൻ എന്നുള്ളത് ഒരു 10 ഡിഫറെൻറ്റ് ഹാർഡ്വെയർ കമ്പോണൻറ്റിൻ്റെയും ഒരു ക്ലൗഡ് ബേസ്ഡ് ഫാം മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്പോർട്ട് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഞങ്ങളുടെ ഒരു 3 ഓട്ടോമേഷൻ പ്രോഡക്റ്റ് ഇപ്പം കേരളത്തിലെ ഹാച്ചറിയിൽ ഓൾറെഡി വർക്കിംഗ് ആണ്. ചിലത് 1 വർഷത്തിന് മണ്ടയ്ക്കായി അത് സക്സസ്ഫുള്ളായിട്ട് ഓടിക്കുന്നുണ്ട്. മൺട്രോ സാറായാലും സതീഷ് സാറായാലും രഹ്ന മാം ആയാലും ജാസ്മിൻ മാം ആയാലും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. ഞങ്ങളുടെ ഈ ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്വാപോണിക്സ് ഫാമാണ്. ഇവിടെ ഉപയോഗിച്ചു പോരുന്ന വായു സംഭരണ സമ്പ്രദായം മത്സ്യങ്ങൾക്ക് കൃത്യമായ അളവിൽ വായു ലഭ്യമാക്കുന്നു. അതിനായി ബ്ലോവേഴ്സ്, എയറേറ്റേഴ്സ് എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 60,000 ലിറ്റർ വരെ വായു നിറയ്ക്കാൻ ഈ സംവിധാനത്തിന് കഴിയും. ഹൈ ഡെൻസിറ്റി ഫാമിംഗ് വഴി ചെറിയ ഏരിയയിൽ ഒരു വലിയ എമൗണ്ട് ഓഫ് ഫിഷാണ് ജീവിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ ഓക്സിജൻ എടുക്കുന്നത് കൊണ്ട് ഓക്സിജൻ ഡെഫിഷ്യൻസിക്ക് കാരണമാവും. അപ്പോൾ ഈ സമയത്ത് ആവശ്യാനുസരണം വെള്ളത്തിൽ ഓക്സിജൻ പമ്പ് ചെയ്യേണ്ടത്. കറൻ്റ്ലി മാർക്കറ്റിൽ ഒരുപാട് എയർ പമ്പുകൾ അവൈലബിൾ ആണ്. 24 ബാർ ഈ എയർ പമ്പുകൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വേറെ ടയർ കാരണം അത് പെട്ടെന്ന് ഡാമേജ് ആകുന്ന ഒരു ഇഷ്യൂസ് നിലവിലുണ്ട്. ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പുതിയൊരു മെക്കാനിസം ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഞങ്ങളുടെ മെക്കാനിസത്തിൽ എക്സാക്റ്റ് എയർ പമ്പിന് പകരം വാട്ടർ പമ്പാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. മണിക്കൂറിൽ 63,000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാനുള്ള മൾട്ടിപ്പിൾ മോട്ടറുകളുടെ ഒരു കോമ്പിനേഷൻ വഴിയാണ് ഞങ്ങൾ വെള്ളത്തിലേക്ക് ഓക്സിജനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതിനായി ഡിഫറെൻറ്റ് മോട്ടേഴ്സ്, ഇന്ത്യൻ മെയ്ഡ് മോട്ടേഴ്സാണ് ഞങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് കൂടുതൽ വാറൻറ്റി സപ്പോർട്ട് തരുന്നതാണ്. ഇനി ഞങ്ങളുടെ തന്നെ ലാബിൽ ഞങ്ങൾ പരീക്ഷിച്ച് കണ്ടുപിടിച്ച ഒരു മെക്കാനിസമാണ് വെള്ളത്തിൽ ഓക്സിജൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുവഴി എത്രയും പെട്ടെന്ന് നമുക്ക് വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കൂട്ടാനും ഇതിൻ്റെ ഡെഫിഷ്യൻസി നിയന്ത്രിക്കാനും കഴിയും. ഈ മത്സ്യകൃഷിയിടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനത്തിന്റെ പ്രധാന ഭാഗമെന്നത് ജലത്തിന്റെ ഗുണനിലവാരം തന്നെത്താൻ ക്രമീകരിക്കുന്ന മോണിറ്റർ സംവിധാനം തന്നെയാണ്. അതായത് വെള്ളത്തിന്റെ pH, അമോണിയ, പ്രാണവായു, ലവണാംശം, ചൂട് എന്നിവയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അപ്പോൾ കൺട്രോൾ യൂണിറ്റിലേക്ക് അറിയിപ്പ് നൽകും. ഇതിന്റെ അവസ്ഥ മനസ്സിലാക്കുന്നതിനായി ഒരു ഡിസ്പ്ലേ ബോർഡും ജലാശയത്തിനരികിലായി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ പരിഹരിച്ച് ഇവയെല്ലാം തന്നെ യഥാർത്ഥ അളവിൽ കുളത്തിൽ ലഭ്യമാക്കുക എന്ന ദൗത്യമാണ് കൺട്രോൾ യൂണിറ്റ് നിർവഹിക്കുന്നത്. ക്രോപ്പ് മാനേജ്മെൻറ്റിൽ നമ്മൾ പോണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന ഫിഷിൻ്റെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താനും അതിനുശേഷം നമ്മുടെ ഗ്രോയിങ് സ്റ്റേജിൽ എത്രത്തോളം ഫിഷുകൾ നമുക്ക് നഷ്ടപ്പെടുന്നു അത് എൻട്രി ചെയ്യാനും, അതുപോലെ പീരിയോഡിക്കലായിട്ട് ഫിഷിൻ്റെ വെയ്റ്റും നമ്മൾ എടുക്കും. ഇതൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇക്വേഷൻ്റെ ഔട്ട്പുട്ടായിട്ട് എത്രത്തോളം ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടും. ഇതിനുവേണ്ടി വെള്ളത്തെ ഫിൽട്ടർ ചെയ്യുന്നു, ഓക്സിജൻ പമ്പ് ചെയ്യുന്നു,
ആവശ്യം വന്നാൽ വെള്ളം മാറ്റുകയും ചെയ്യും. ഫിൽട്രേഷൻ തന്നെ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിനായി പലതരം ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നു. പ്രഷർ ഫിൽറ്റർ, സാൻഡ് ഫിൽറ്റർ, ബയോ ഫിൽറ്റർ, മെക്കാനിക്കൽ ഫിൽറ്റർ എന്നിങ്ങനെ. ഈ വിധത്തിലുള്ള ഫിൽറ്ററുകളെ നിയന്ത്രിക്കുന്നതിനും സ്വയമായി വൃത്തിയാക്കുന്നതിനും ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള സംവിധാനത്തിന് കഴിയും. ഇവിടെ പ്രഷർ സാൻഡ് ഫിൽറ്റർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പോണ്ടിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം അതിൻ്റെ മെയിൻ ചാമ്പറിൽ വെച്ച് അതിൻ്റെ ഡസ്റ്റ് പാർട്ടിക്കിളിനെ റിമൂവ് ചെയ്യുകയും മുകളിലുള്ള കണ്ടെയ്നറിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ബയോ ഫിൽറ്റർ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള വെള്ളം ഫിൽറ്റർ ചെയ്തതിന് ശേഷം അക്വാഫോണിക്സ് വഴി തിരിച്ച് പോണ്ടുകളിലേക്ക് എത്തുന്നതാണ് ഞങ്ങളുടെ രീതി. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഞങ്ങളുടെ 1-2 കൊല്ലത്തെ എക്സ്പെരിമെൻറ്റിൽ ഞങ്ങൾ തെളിയിക്കുകയും ചെയ്തതാണ്. ഇതിലെ ഖര കണികകളെ ഈ പ്രധാന ചേംബറുകളിൽ ഫിൽറ്റർ ചെയ്യുന്നു. അതിനുശേഷം ബയോ ഫിൽറ്റർ ടാങ്ക് വഴി സസ്യങ്ങൾക്ക് നൽകുന്നു. കെമിക്കൽസ്, ആൻറ്റിബയോട്ടിക്സ്, ഓസണൈസേഷൻ, ക്ലോറിനേഷൻ ഇവയൊന്നും തന്നെ ഇല്ലാത്ത തികച്ചും വ്യത്യസ്തമായൊരു എക്കോ ഫ്രണ്ട്ലി ഡിസിൻഫെക്ഷൻ മെത്തേഡാണ് ഞങ്ങൾ ബട്ട്മോറിൽ ഡെവലപ്പ് ചെയ്തത്. പ്ലാസ്മ ടെക്നോളജി ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ ഡിസിൻഫെക്ഷൻ യൂണിറ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. എല്ലാത്തരം ബാക്ടീരിയയും പാരസൈറ്റിനെയും ഫംഗസിനെയും വൈറസിനെയും ഈവൻ കൊറോണ വൈറസിനെ വരെ ഡിസിൻഫെക്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റിനുണ്ട്. മത്സ്യകൃഷിയുടെ ഏതൊരു ഘട്ടത്തിൽ വേണമെങ്കിലും യാതൊരു സൈഡ് എഫക്റ്റും കൂടാതെ ഡിസിൻഫെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ശുദ്ധീകരിച്ച വെള്ളം ഒരു അക്വാപോണിക്സ് സിസ്റ്റത്തിൽ എന്ന പോലെ തിരിച്ച് കുളത്തിലേക്ക് എത്തുന്നു. ഖരവസ്തുക്കൾ കൂടുന്നതനുസരിച്ച് ചേംബറുകളിലെ മർദ്ദം കൂടും. ഈ മർദ്ദം സ്വയം കണ്ടെത്തി അനുവദനീയമായ പരിധിയേക്കാൾ കൂടുകയാണെങ്കിൽ സ്വയമായി വൃത്തിയാക്കുന്നതിനുള്ള സൗകര്യവും ഈ സംവിധാനത്തിനുണ്ട്. ഡസ്റ്റ് പാർട്ടികൾ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ഈ ചാമ്പറുകളിൽ പ്രത്യേകിച്ചും സാൻഡ് ഫിൽട്ടർ, പ്രഷർ ഫിൽട്ടർ പോലെയുള്ള ചാമ്പറുകളിൽ ഡസ്റ്റിൻ്റെ അളവ് കൂടുമ്പോൾ അതിനുള്ളിലുള്ള പ്രഷർ യഥാക്രമം വർദ്ധിക്കും. അപ്പോൾ ആ സാഹചര്യം പ്രഷർ സെൻസറുകൾ വെച്ച് റീഡ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ത്രഷോൾഡ് പ്രഷറിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് വാഷിലൂടെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് ഇമ്പോർട്ട് ചെയ്ത ബോൾ വാൽവുകളാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പെയർ ഓഫ് ബോൾ വാൽവുകളുടെ സഹായത്തോടെ നമ്മുടെ വെള്ളത്തിൻ്റെ ഫിൽട്രേഷൻ്റെ ഡയറക്ഷൻ മാറ്റുകയും പുറത്തേക്ക് വെള്ളത്തെ ഔട്ടർ പോണ്ടിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യുന്ന വഴിയാണ് നമ്മൾ ഈ ബാക്ക് വാഷ് സിസ്റ്റം വർക്ക് ചെയ്യിക്കുന്നത്. വെള്ളത്തിലെ മാലിന്യം യഥാസമയം നീക്കം ചെയ്യുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് നിലനിർത്തുക എന്നത്. ഡിസംബർ 2020 ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് കിട്ടിത്തുടങ്ങി. ഇത് വരും മാസങ്ങളിൽ കൂടും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ റെമ്യൂണറേറ്റീവ് അപ്രോച്ചസ് എന്ന ഫണ്ട് ഗ്രാൻറ്റ് പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് ഞങ്ങൾ. മറ്റൊരു പ്രധാന കാര്യം കുളത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയാതെ നോക്കുക എന്നതാണ്. അതിനായി വാട്ടർ ലെവൽ സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സംവിധാനം വഴി വെള്ളത്തിൻ്റെ അളവ് സ്വയം കണ്ടെത്തി കുളത്തിലേക്കോ കുളത്തിന് പുറത്തേക്കോ വെള്ളം പമ്പ് ചെയ്തുകൊള്ളും. നമ്മുടെ സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് വെബ് ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി ഓരോ യൂസറിനും ഓരോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനും ആ ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈലിൽ ഓരോ ഫാമും വ്യത്യസ്തമായ ഓരോ ഫാമും അതിൽ രജിസ്റ്റർ ചെയ്യാനും അതിനുള്ളിലുള്ള സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യാം, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഫാമിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്.
ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫേസ് എന്നുള്ള രീതിയിലാണ്. ഇതിലെല്ലാ പ്രോസസ്സിനെയും, അതായത് ഫിൽട്രേഷൻ, എയറേഷൻ, സർക്കുലേഷൻ എന്നിങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും ഒറ്റ കൺട്രോൾ സിസ്റ്റമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ നടത്തിയ കേസ് സ്റ്റഡി അനുസരിച്ചും ഞങ്ങൾക്ക് മനസ്സിലായത് ഓരോ യൂസറിനും കസ്റ്റം റിക്വയർമെൻ്റ് ആണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ ഓരോ പ്രോസസ്സിനെയും ഓരോ പ്രൊഡക്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എയറേഷനൊരു പ്രൊഡക്റ്റ്, ഫിൽട്രേഷനൊരു പ്രൊഡക്റ്റ്, സർക്കുലേഷനൊരു പ്രൊഡക്റ്റ്. ഇത് കൂടാതെ നമ്മൾ ഇൻട്രൂഡർ ഡിറ്റക്ഷൻ, പവർ മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഫിൽട്ടർ മോട്ടറും എയറേറ്റർ മോട്ടറിനും എത്ര കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാനും അതിനോടനുബന്ധിച്ച് ഒരു ഇയർലി കണക്ക് നമുക്കത് ഹിസ്റ്ററി പോലെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഈ കസ്റ്റം റിക്വയർമെൻ്റ് അനുസരിച്ച് ഈ ഓരോ പ്രോസസ്സിനെയും ഓരോ പ്രൊഡക്റ്റായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കായംകുളത്തിനടുത്ത് കണ്ടല്ലൂരിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ അക്വാ സിസ്റ്റത്തിൻ്റെ പ്രധാന സവിശേഷത ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വെബ് ആപ്ലിക്കേഷൻ വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും കഴിയും എന്നുള്ളതാണ്. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvom@gmail.com. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvom